പക്ഷേ ഈ പടവലം കണ്ട, ഈ പടവലം കാണിച്ചുകൊണ്ടാണ് പിള്ളേരെ സ്കൂളിൽ റാ പഠിപ്പിക്കുന്നത്. എന്താ റായുടെ മോഡലല്ലേ ഈ പടവലം? അത് തന്നെ. നമസ്കാരം, എൻ്റെ പേര് പുരുഷോത്തമൻ എന്നാണ്. കുഞ്ഞുമോനെന്ന് വിളിക്കപ്പെടും. ഞാൻ ചേർത്തല തെക്കു പഞ്ചായത്തിലെ ഒരു ജൈവ കർഷകനാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്താണ് ഞങ്ങൾ ഉപജീവനം. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഓണത്തിന് വളരെ വിപുലമായ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. സ്വന്തമായിട്ടും ചെയ്തിട്ടുണ്ട്, സ്വാശ്രയ ഗ്രൂപ്പ് വഴിയും ചെയ്തിട്ടുണ്ട്. സ്വാശ്രയ ഗ്രൂപ്പ് വഴി ഞങ്ങൾ 3-4 മെമ്പർമാരുണ്ട്. അപ്പോൾ എല്ലാവരും വിവിധ ഇനം ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പടവലം, പാവൽ, പീച്ചിൽ, വെണ്ട, വഴുതന, പയർ, ചീര ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നു. അത് നമ്മൾ ഇതിൻ്റെ വിപണനം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സർക്കാർ ഏജൻസി ആയിട്ടുള്ള VFCK നമ്മൾ കൊടുക്കുന്നുണ്ട്, ഹോർട്ടികോർപ്പിന് കൊടുക്കുന്നുണ്ട്, ചെറുകിട കച്ചവടക്കാർക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ സഹകരണ സംഘങ്ങൾ വഴി സംഘങ്ങൾ സ്റ്റാൾ നടത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുകിട കച്ചവടക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിപണനത്തിന് നമുക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. അതായത് നല്ല രീതിയിലാണ്. പക്ഷേ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ സ്ഥിരം തൊഴിലായിട്ട് തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു സൈഡായിട്ട് കൃഷി ചെയ്യുന്നതല്ല. ഞങ്ങളുടെ ഉപജീവനം തന്നെയാണ് ഏത് സമയത്തും കൃഷി. ഇപ്പോൾ ഇവിടെ ഈ ശരിക്കും 2 ടേമിലായിട്ടാണ് കൃഷി വരുന്നത്. ഇതിപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലെ കൃഷി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബറിലാണ്. സമ്മർ സീസൺ വരുമ്പോഴാണ് ആ കൃഷി. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെറൈറ്റി മാറ്റി പിടിക്കും. കാരണം കുക്കുംബർ, തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി, വിഷുവിനോടനുബന്ധിച്ച് കണിവെള്ളരി, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കൃഷികൾ നമ്മൾ ചെയ്തു വരുന്നത്. ഈ പ്രാവശ്യം ഈ മഴയുടെ ചെറിയൊരു വിഷയം ഉണ്ടെങ്കിൽ ഇപ്പം മഴ മാറിയിട്ടുണ്ട്. മഴ മാറിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ ഈൽഡ് കിട്ടുകയുള്ളൂ. നമുക്ക് ഏതായാലും കൃഷി നല്ലൊരു വിളവാണ്. അതുപോലെ ഇതിന് പോഷകഗുണം ഞങ്ങൾ മുഴുവൻ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. അതായത് ചാണകപ്പൊടി, കോഴിവളം, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ഇതിനടി ഫസ്റ്റിലെ മണ്ണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോളോമെറ്റ്, പിന്നെ ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇപ്പം മെയിനായിട്ട് ഇവിടെ കൂടുതൽ ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് പീച്ചിലാണ്. പീച്ചിൽ നല്ല വെറൈറ്റിയാണ്. കാരണം മൈഗോ 1 എന്ന് പറയുന്ന നീളം കൂടിയ സൈസ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ഇനമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ടൈപ്പ്, നീളം കുറഞ്ഞ ചെറിയ, അത് ഗുണമേന്മയുള്ളതാണ്, കൂടുതൽ വിളവ് കിട്ടുന്നതാണത്. അതിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 50 രൂപ, മിനിമം 50, 50, 60 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെയോ കടക്കാർ എടുക്കുന്നത് നമുക്കൊരു വ്യവസ്ഥ വെച്ചിട്ടാണ്. അപ്പോൾ അവർ 50 രൂപ വെച്ച് എടുക്കാമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത്. VFCKയും അവരും ഇതുപോലെ തന്നെ 50 രൂപ വെച്ചാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു വിളവാണ് പീച്ചിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പീച്ചിൻ്റെ കൃഷി രീതി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ മണ്ണ് ക്ലീൻ ചെയ്യുക. അതായത് ഡോളോമെറ്റോ കുമ്മായപ്പൊടിയോ ഇട്ടിട്ട് മണ്ണ് ക്ലീൻ ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കോഴിവളവും പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇത് മിക്സ് ചെയ്തിടും. പിന്നെ അതുപോലെ തന്നെ ട്രൈക്കോഡർമ മേടിച്ചിട്ട് അത് ഈ പറഞ്ഞ ചാണകമൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരാഴ്ചയോളം നമ്മൾ ചണച്ചാക്കിട്ട് മൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൽ സൂക്ഷ്മജീവികൾ വളരുന്നതിന് വേണ്ടിയാണ്. അത് നമുക്ക് പരമാവധി നമ്മളത് ഇതിന് പ്രയോജനപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മൂലകങ്ങൾ എന്ന് പറയുന്നത് ജൈവിക മൂലകങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ കെമിക്കലാണെങ്കിലും ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത്. അതിനങ്ങനെ വരാറില്ല. ചെറിയ രീതിയിലുള്ള ഇതുപോലുള്ള ചെറിയ രീതിയിലുള്ള കേസുകൾ വരുമ്പോൾ അതിന് നമ്മൾ ജൈവ കീടനാശിനി ഒഴിക്കും. അപ്പോൾ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറയുകയും അവർ വന്ന് നോക്കി അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ പറയുകയും ചെയ്യും. അങ്ങനെയായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പിന്നെ പീച്ചിൽ കൃഷി പോകുന്നത്. നല്ല ഗുണമുള്ള പീച്ചിലുമാണ്. പീച്ചിൽ എന്ന് പറയുമ്പോൾ ഈ പീച്ചിൽ 2-3 ഐറ്റംസ് ആയിട്ട് നമുക്ക് കറി വയ്ക്കാൻ പറ്റും. അത് ഒന്നാമത് ഇത് പീച്ചിൽ കറി വെക്കുന്ന വെച്ചാൽ പരിപ്പും കൂട്ടി വെക്കുന്നവരുണ്ട്, പീച്ചിൽ മെഴുക്ക് പറ്റി വെക്കുന്നുണ്ട്. അതുപോലെ പാല്, അതായത് പീച്ചിൽ റിയാക്കിയ ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്യുന്നുണ്ട്. ഏതായാലും പീച്ചിൽ മെയിനാണ്. പടവലവും മറ്റുള്ളതിനേക്കാളും മെയിനായിട്ട് ഒരു വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കറി ഒരു ഐറ്റംസ് ആയിട്ട് എടുക്കാം. പക്ഷേ പടവലമൊക്കെ നമുക്ക് അങ്ങനെ നേരിട്ടെടുക്കാൻ പറ്റില്ല. അത് പിന്നെ സാമ്പാറിനോ അവിയലിനൊക്കെ എടുക്കുന്നതാണ് പടവലം. പക്ഷേ അതല്ല, ഇത് മെയിൻ ഒരു ഐറ്റംസ് ആണ്. 2 പീച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു നേരം നമുക്കിത് സുഭിഷ്ടമായിട്ട് കഴിക്കാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ കൂടെ കൃഷി ചെയ്യുന്ന ഒരു ജൈവ കർഷകനാണ്. ഈ ഉപജീവന മാർഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൃഷിയാണ് ജൈവ പച്ചക്കറി. ഇതിൽ നിന്നാണ് ഞങ്ങളുടെ ഓണക്കാലത്ത് ഓണാഘോഷം മാത്രം നടക്കുന്നത്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന മൂല്യങ്ങൾ വിറ്റ് ഞങ്ങളുടെ കുടുംബത്തിന് സുരക്ഷിതമായ ഒരു ഓണം ഉണ്ണാൻ സാധിക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. അത് കാരണം പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് വരെയും വീഴ്ച വരുത്തിയിട്ടില്ല. ചീര, പിന്നെ പടവലം, പീച്ചൽ, വെള്ളരി, തൈക്കൽ ചീര എന്നാണ് പൊതുവെ ഇതിന് പറയപ്പെടുന്നത്. ഈ തൈക്കൽ ചീരയൊക്കെ പണ്ട് തൊട്ടേ ഇത് ഗുണമേന്മയുള്ളതാണ്. എങ്കിൽ തന്നെയും ഞങ്ങൾ ഈ പ്രദേശം കണ്ണിക്കാടാണ്. എങ്കിൽ എല്ലാവരും ഈ കൃഷിയും ചെയ്യുന്നു. ഞാനും അതിനോടനുബന്ധിച്ച് 4-5 വരമ്പ് വലിയ വരമ്പ്
ചീര വെച്ചിട്ടുണ്ട്, പറിക്കാറായി വരുന്നു. വീട്ടു ചെലവും പിള്ളേരെ പഠനവും വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തിയത് ഈ പച്ചക്കറിയിൽ നിന്നാണ്. അതിൽ നിന്ന് കിട്ടുന്ന മൂല്യം കൊണ്ട് തന്നെ ഞങ്ങൾ കഴിയുന്നു. ഇപ്പോഴും അത് തന്നെ, ഇനി ഉള്ള കാലം അങ്ങനെ തന്നെ ജീവിക്കുക. അവരും പടവലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ വിൽക്കുന്ന സ്ഥലം VAPKസൊക്കെയാണ്. പിന്നെ ചെറുകിട കർഷകർ ഇവിടെ വന്ന് അവർക്കും കൊടുക്കും. ലാസ്റ്റ് ഓണക്കാലത്ത് ഓണച്ചന്തക്കായിട്ട് കൃഷിഭവനിലും ഞങ്ങൾ വിളവ് കൊടുക്കും. ആക്ച്വലി 5 രൂപ ഒരു തൈക്ക് കൊടുത്താണ് വാങ്ങിച്ച് നടണത്. മെയിനായിട്ട് ഇപ്പോൾ ഈ കൃഷിക്ക് എങ്ങനെ നമ്മൾ കൃഷി ചെയ്താലും കീടങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടാകും. അപ്പോൾ ഇത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈച്ചയെ പിടിക്കാനുള്ള ഫെറമോൺ ട്രാപ്പാണ്, ഫെറമോൺ കെണി എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ചെയ്യുന്നത് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് വെർട്ടിസീലിയോ എന്ന് പറയുന്ന ആ ഒരു ജൈവ കീടനാശിനിയുണ്ട്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന അനുസരിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ചില പിന്നെ കീടനിയന്ത്രണത്തിലുള്ള മരുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചു തന്നെ പിന്നെ പരമാവധി ചിലപ്പോൾ നമ്മൾ കൈകൊണ്ട് പോലും ഇത് എടുത്തു കളയും. കാരണം കൂടുതൽ മരുന്ന് അടിക്കാതിരിക്കാൻ പോലുമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ കുഴപ്പം ഇപ്പോൾ ഈ കാണുന്നില്ല. ആരംഭത്തിൽ നമ്മൾ ഈ പറഞ്ഞ ജൈവ കീടനാശിനി നമ്മൾ ഉപയോഗിക്കും ആരംഭത്തിൽ. ഇത് വേലിപ്പയറാണ്, നമ്മുടെ നീളമുള്ള അച്ചിങ്ങപ്പയർ. ഇതിപ്പോൾ നാംദാരി എന്ന് പറയുന്ന ഒരു ഇനത്തിലുള്ള ഹൈബ്രിഡാണ്. ഇത് നല്ല വിളവ് കിട്ടുന്നതാണ്. ഇതിനിപ്പോൾ ഈ സമയത്ത് കൂടുതൽ രോഗങ്ങളൊന്നുമില്ല, രോഗപ്രതിരോധ ശേഷി ഉള്ള ഒരു ഇനത്തിൽപ്പെട്ടതാണ്. ഇത് കൂടുതൽ വിളവ് തരുന്നതുമാണ്. ഇതൊരു ടേസ്റ്റാണ്. ഇത് കൃഷി നമുക്കിത് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റുള്ളതാണ്. 21 മണിയാ മറ്റേയാണ് ഇതിനുള്ളത്. 21 മണിയുള്ള വള്ളിപ്പയറാണ്. ഇതിപ്പോൾ നമുക്ക് ഇത് കിള്ളാനും ഇതിനെ വളപ്രയോഗം നടത്താനും ഒക്കെ സൗകര്യമാണ്. ഏതായാലും നേരെ നിന്ന് തന്നെ മറ്റുള്ള പന്തലിലേക്ക് കുനിഞ്ഞു കയറുന്ന പോലെയല്ല, ഇതിപ്പോൾ നേരെ നിന്ന് തന്നെ ഇതിൻ്റെ വിളവെടുപ്പും ഇതിൻ്റെ കീടനിയന്ത്രണങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. വളം നമ്മൾ അടിവളം ചെയ്തിരിക്കുകയാണ്. ഇതിൽ അടിവളം ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളിതിൽ ചാണകത്തിൻ്റെ സ്ലറി, അതുപോലെ തന്നെ കോഴിവളമൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. രാസവളം തൊട്ടിട്ടില്ല. ഇതിൽ മുഴുവനും ജൈവിക മാർഗത്തിലുള്ള വളപ്രയോഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ. നമുക്ക് നാടൻ സാധനങ്ങൾ ആണ് ഉള്ളത്. അത് കുഞ്ഞുവാനിവിടെ വർഷങ്ങളായിട്ട് തരുന്നു. കുഞ്ഞുവാൻ തന്നെ നമുക്ക് 8-10 കൃഷിക്കാരായിട്ടുണ്ട് ഇവിടെ തരുന്നവരുണ്ട്. എല്ലാ നാടൻ സാധനങ്ങളും കിട്ടും, മരുന്നടിക്കാത്ത സാധനങ്ങൾ കിട്ടും. അതാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ന്യായമായ വിലയ്ക്ക് കൊടുക്കുകയും ചെയ്യും. കൃഷിക്കാരന് ന്യായമായ വില കൊടുക്കും. നമ്മൾ വാങ്ങിക്കാൻ വരുന്നവരും നല്ല വിശ്വാസത്തിൻ്റെ പേരിലാണ്. അകലെ നിന്ന് വരുന്നവരൊക്കെ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ടേ പോവുള്ളൂ സാധനങ്ങൾ. നമ്മൾ എടുക്കുന്ന അതിൽ നിന്ന് 10 രൂപ കൂട്ടി നമ്മൾ കൊടുക്കുന്നു. അതാണ് നമ്മുടെ ഇടപാട്. അപ്പോൾ നമുക്ക് തീർന്ന് കിട്ടണതാണ്. 5 രൂപ കിട്ടണം. അതാണ് നമ്മുടെ കണക്ക് കൂട്ടാൻ. കുക്കമ്പർ 4 ഉണ്ട്. 400 ഉണ്ട്. 4 കൂട്ടിയാൽ 400 ശരി, ഓക്കെ.